presence of my Savior. Spirit, lead me where my trust is without borders. Let me walk upon the waters wherever you. ഹലോ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പലരും വിഷമിച്ചിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. എന്തുകൊണ്ട് ദൈവമേ നീ എന്നെ ഉപയോഗിക്കുന്നില്ല? എനിക്ക് നിൻ്റെ കരങ്ങൾ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഞാൻ പറയാം, നീ ഉടയപ്പെടാൻ തയ്യാറാണെങ്കിൽ കർത്താവിന് നിന്നെ ഉപയോഗിക്കാനും തയ്യാറാണ്. ഉടയപ്പെടുക എന്ന് പറയും പല രീതിയിലായിരിക്കും. നിന്നെ ഉടയ്ക്കാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ നിൻ്റെ ഉള്ളിലുള്ള ആ വിഗ്രഹങ്ങളെല്ലാം ആദ്യം ദൈവം എടുത്തു മാറ്റും. അതൊരു പക്ഷേ നിൻ്റെ ബാങ്ക് ബാലൻസ് ആയിരിക്കാം, സാമ്പത്തികമായ ചില വിഷയങ്ങൾ, വീടോ കാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ നീ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ഒരു പെൺകുട്ടിയായിരിക്കാം, നിൻ്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നീ ഏറ്റവും സ്നേഹിക്കുന്ന, ഇനി എനിക്ക് ജോലി കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല എന്ന് നീ വളരെയധികം ശാഠ്യത്തോടെ നിൽക്കുന്ന നിൻ്റെ ആ ഒരു ഹയർ ലെവലിലുള്ള പൊസിഷൻ ആ ജോലിയായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും കർത്താവ് വ്യക്തമായി നിന്നോട് സംസാരിക്കുമ്പോൾ എന്നോടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നീ അതിനെ മറുതലിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പം നീ ഉടയപ്പെടാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നിന്നെ ഉപയോഗിക്കാനും തയ്യാറാണ്. കർത്താവ് ഒരിക്കലും ഒരു ജാതി നോക്കത്തില്ല, ഒരു സോഷ്യൽ സ്റ്റാറ്റസ് നോക്കില്ല, സാമ്പത്തികം നോക്കത്തില്ല, നിന്റെ ഒന്നുമല്ല നോക്കുന്നത്. നിന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് നോക്കും. അവിടെ നീ അവൈലബിൾ ആണെങ്കിൽ അവന് നിന്നെ മാറ്റി ഒരു വലിയ മാനപാത്രമായിട്ട് അല്ലെങ്കിൽ നിന്നെ എലിവേറ്റ് ചെയ്യാൻ ദൈവത്തിന് പ്ലാനുണ്ട്. അത് ഇപ്പം നമ്മളൊരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് എല്ലാത്തിനും. അത് നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. പല എക്സാമ്പിളുകൾ, അബ്രഹാം തുടങ്ങി സാറായൊക്കെ അവർക്കൊരു കുഞ്ഞുണ്ടാകുന്ന എല്ലാം വളരെ വളരെ വെയിറ്റ് ചെയ്തിട്ടാണ്. അപ്പം വെയിറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്കൊരു വിലയുണ്ടല്ലേ. നമുക്ക് വെറുതെ ഒരു സാധനം കിട്ടിയാലൊന്നിനും വിലയില്ല. അപ്പോൾ നമ്മുടെ ക്യാരക്ടറാണ് ദൈവത്തിൻ്റെ വിഷയം. ക്യാരക്ടർ ഫോം ചെയ്തെടുക്കാൻ ഒരു ടൈമുണ്ട്. ആ പ്രോസസ്സിലൂടെ നിന്നെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ നീ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ഒരു കോക്കനട്ട് അത് ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു തേങ്ങ അത് അല്ലേ ഒരു വൃക്ഷമായി തീരാനായിട്ട് വൃക്ഷമല്ല അത് പൊട്ടി മുളയ്ക്കാനായിട്ട് ഒരു 3 to 6 months എടുക്കാറുണ്ട്. അതുപോലെ വില കൂടിയ ഫ്രൂട്ട്സ്, അതിൻ്റെ സീഡൊക്കെ അവക്കാഡോ ഒക്കെ ആണെങ്കിൽ അത് ഒരു 1.5 months എടുക്കും. അതേസമയം ചീര ആണെങ്കിലോ അല്ലെങ്കിൽ മുളകൊക്കെ ആണെങ്കിലോ ചില ദിവസങ്ങൾ 1-2 ആഴ്ചയൊക്കെ എടുക്കും. അതുപോലെ നിന്നെ വലിയ രീതിയിൽ ദൈവത്തിന് ഉപയോഗിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിന്റെ ആ പ്രോസസ്സ് അത്ര വലുതായിരിക്കും. അപ്പോൾ നീ വെയിറ്റ് ചെയ്യുക, ക്ഷമയോടെ ആയിരിക്കുക. നിന്റെ ഒരു ഡെവലപ്മെന്റ് പീരീഡിലേക്ക് ദൈവത്തിനായി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ദൈവം നിന്നെ ശക്തിയോടെ ഒരു വലിയ ശുശ്രൂഷകയായിട്ട് ദൈവം നിന്നെ പുറത്തെടുക്കും.